ഒരു വ്യക്തി നിങ്ങളുമായി പ്രണയത്തിലാണെങ്കിൽ ആഴത്തിലുള്ളതും സംസാരിക്കാൻ പ്രയാസമുള്ളതുമായ കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്ന് പറയാൻ തുടങ്ങും. ഉപ്പ് പോലെയാണ് വാക്കുകൾ. പാകത്തിനേ ഉപയോഗിക്കാവൂ. അധികമായാലും കുറഞ്ഞു പോയാലും രുചി നഷ്ടപ്പെടും. കാലം മാറുന്നതിനനുസരിച്ച് കൂടെയുള്ള മനുഷ്യരും മാറും എന്ന സത്യം മനസ്സിലാക്കി ജീവിക്കുക. ഒരു മനുഷ്യന് സമ്പത്തിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനം അവൻ്റെ ബഹുമാനമല്ല, അത് അവൻ്റെ സമ്പത്തിൻ്റെ ബഹുമാനമാണ്. ഒരു മനുഷ്യനോട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഒരേ കാര്യം എല്ലാ ദിവസവും പറയേണ്ടി വരുന്നുണ്ട് എങ്കിൽ, എന്നിട്ടും അവരിൽ യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല എങ്കിൽ, ഒരിക്കലും അവർക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നല്ല, മറിച്ച് അതിനർത്ഥം അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രാധാന്യവുമില്ല, അവർ നിങ്ങൾക്ക് യാതൊരു ബഹുമാനവും നൽകുന്നില്ല എന്നാണ്. നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക, അവ വാക്കുകളായി മാറുന്നു. നിങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിക്കുക, അവ പ്രവൃത്തികളായി മാറുന്നു. നിങ്ങളുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക, അവ ശീലങ്ങളായി മാറുന്നു. നിങ്ങളുടെ ശീലങ്ങളെ ശ്രദ്ധിക്കുക, അവ സ്വഭാവമായി മാറുന്നു. നിങ്ങളുടെ സ്വഭാവം ശ്രദ്ധിക്കുക, അത് നിങ്ങളുടെ വിധിയായി മാറുന്നു. ചില നേരം പറയുന്നതാരും കേൾക്കാറില്ല, കേൾക്കുന്നതാരും പറയാറുമില്ല. എന്നാൽ പറയാത്തത് കേൾക്കാനും കേൾക്കാത്തത് പറയാനും മനുഷ്യരോളം മിടുക്ക് മറ്റാർക്കുമില്ല. ഈ വാക്കുകൾ ഓർക്കുക. ശക്തരായിരിക്കുക, എന്നാൽ അഹങ്കരിക്കരുത്. ദയ കാണിക്കുക, എന്നാൽ ദുർബലരാകരുത്. വിനയം കാണിക്കുക, എന്നാൽ ഭീരു ആകരുത്. അഭിമാനിക്കുക, എന്നാൽ അഹംഭാവം പാടില്ല. വാക്കുകളാണ് ബന്ധങ്ങളെ വളർത്തുന്നതും തളർത്തുന്നതും. വീണ്ടും വിചാരമില്ലാതെ തൊടുത്തെറിയുന്ന വാക്കുകൾക്ക് മൂർച്ച കൂടിയാൽ അത് ആഴത്തിൽ വന്നു പതിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഹൃദയങ്ങളിലേക്കാണ്. അവരിൽ പലർക്കും ക്ഷമിക്കാൻ കഴിഞ്ഞാലും മറക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അർഹതയില്ലാത്ത ഒരാൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നത് പ്രണയമായാലും സൗഹൃദമാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടും, പിന്നെ സമാധാനം, പിന്നെ സന്തോഷം, ഒടുവിൽ നിങ്ങൾക്ക് നിങ്ങളെയും. നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും ഉപേക്ഷിക്കരുത്. നിങ്ങൾ ജോലിയെ സ്നേഹിക്കുക. നിങ്ങൾ സ്ഥിരമായി നൽകുന്ന പരിശ്രമത്തിൽ നിന്നാണ് വിജയം ഉണ്ടാകുന്നത്. നമുക്കെല്ലാവർക്കും ഒട്ടേറെ കഴിവുകളുണ്ട്. അത് തിരിച്ചറിയാതെ മറ്റുള്ളവർ ചെയ്യുന്നത് അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇല്ലാതായി പോകുന്നത് സ്വന്തം വ്യക്തിത്വവും കഴിവുകളുമാണ്. നിങ്ങൾക്ക് 1000 സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അത് അത്ഭുതമല്ല. ആയിരക്കണക്കിന് ആളുകൾ നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ കൂടെ നിൽക്കാൻ ഒരു സുഹൃത്തുണ്ടെങ്കിൽ അതാണ് അത്ഭുതം. മുറിവാകുന്ന മനുഷ്യരും മരുന്നാകുന്ന മനുഷ്യരുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇതിൽ എന്താകുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് മറ്റൊരാളുടെ ജീവിതത്തിൽ നമ്മൾ ഇതിൽ എങ്ങനെ ആകുന്നു എന്നതും. നമ്മൾ വിശ്വസിക്കുന്നവരിലും ഒരു ശ്രദ്ധ വേണം. കാരണം വിശ്വാസവഞ്ചന എപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നവരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആരെയും ഒരു കാര്യത്തിലും നിർബന്ധിക്കരുത്. ഒരുപാട് വളച്ചാൽ ഒടിഞ്ഞു പോകും എന്ന കാര്യം ഓർക്കുക. നിർബന്ധിച്ച് ചെയ്യുന്ന ഒരു കാര്യവും പ്രയോജനപ്പെടില്ല. എല്ലാവരും വിട്ടുപോകുന്നു എന്ന് തോന്നുന്ന നിമിഷം, അവിടെയാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ശക്തി തിരിച്ചറിയേണ്ടത്. ആ ഒറ്റപ്പെടലിനെ ഒരു ശിക്ഷയായി കാണരുത്, ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള ശക്തിയായി കാണുക. അവനവൻ്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തേണ്ട ഒന്നാണ് സന്തോഷം. അല്പം ശ്രമകരമായ കാര്യം ആണെങ്കിലും അത് വേറെ എവിടെയെങ്കിലും കണ്ടെത്തുക എന്നത് തികച്ചും അസാധ്യമായ ഒരു കാര്യവുമാണ്. കാലുകൾ മുറിഞ്ഞേക്കാം, എന്നിരുന്നാലും ആഞ്ഞ് ചവിട്ടുന്തോറും ഉയർച്ച കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ജീവിതവും. ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ചിലരൊക്കെ വേണം. കാരണം ആ കളിയാക്കലും കുറ്റപ്പെടുത്തലും നമുക്കുള്ള പ്രചോദനമാണ്. ഒരു നിമിഷം കൊണ്ടെടുക്കുന്ന വൈകാരികമായ ചില തീരുമാനങ്ങൾ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമായേക്കാം എന്നതിനാൽ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ജീവിതത്തിൽ നമ്മൾ മാത്രം എങ്ങും എത്തിയില്ലല്ലോ എന്ന് ചിന്തിച്ച് ദുഃഖിച്ചിരിക്കരുത്.
ഇപ്പോൾ മുതൽ പ്രവർത്തിച്ചു തുടങ്ങുക. ചിന്തിച്ചിരിക്കാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ് ജീവിതം. 1000 പേർ കൂടെയുണ്ടായിട്ടും തനിച്ചായതുപോലെ തോന്നുന്നെങ്കിൽ അതിന് കാരണം അതിൽ ഒരാൾ പോലും നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്.